ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു ഇന്ന് അട ഉണ്ടാക്കാം. അപ്പോൾ അട ഉണ്ടാക്കാൻ 2 അട ഉണ്ടാക്കാനുള്ള മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് പച്ചരി പൊടിച്ചത്, അരി പൊടിച്ച് അതെടുത്തിട്ട് അതിൽ ചെറിയ ചൂട് വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം വരട്ടിയതാണ്. അപ്പോൾ ഈ ഏത്തപ്പഴം വരട്ടിയത് ഇതിന് മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എത്ര ദിവസം വേണേലും നമുക്ക് ഇത് കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം അന്നേരം ആ സമയത്ത് അത് എടുക്കാവുന്നതാണ്. പ്രത്യേക ടേസ്റ്റാണ് ഈ അടയ്ക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുത്ത മാവാണ്. അതിപ്പോൾ ഞാൻ ചെറുതായിട്ട് വെള്ളം വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത്, ഇലയിൽ പരത്തി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കനം കുറച്ച് പരത്തി എടുക്കണം, എന്നാൽ പെട്ടെന്ന് വേകണം. ഒത്തിരി കനം ഉണ്ടെങ്കിൽ അകം വെന്ത് കിട്ടത്തില്ല. അപ്പോൾ കനം കുറച്ച് പരത്തിയിട്ട് ഇപ്പം വെള്ളം തൊട്ട് പരത്തുമ്പോഴത്തേന് നന്നായിട്ട് അതങ്ങ് കനം കുറച്ച് പരത്താൻ പറ്റും നമുക്ക്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം വരട്ടിയത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് ശർക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഇത് ഈ അടയ്ക്കകത്തോ അല്ല ഓട്ടടയ്ക്കകത്തൊക്കെ അകത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് ഞാനൊരു വെറൈറ്റി അടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകം പറയാം, ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് ഞാൻ രേഖപ്പെടുത്തണം, ഇത് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെയുള്ള മൺചട്ടി, ചെറിയൊരു ചട്ടി എടുത്തിരിക്കുന്നത്. 2 അട വെക്കാനുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. തീ കുറച്ചിടണം, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ചിടണം, കാരണം നമ്മൾ എണ്ണയോ അങ്ങനെയുള്ള ഒന്നും പുരട്ടുന്നില്ല, അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് കണ്ട, ഇത് അടിവശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുകളിലത്തെ ഇലയൊക്കെ നന്നായിട്ട് ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറിച്ചിടാം. പെട്ടെന്ന് വെന്തോണം, കാരണം കനം കുറച്ചാണല്ലോ നമ്മൾ പരത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇപ്പം ബനാന വരട്ടിയത് വെച്ച് ഉണ്ടാക്കിയ ഇലയടയാണ് റെഡി ആയിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇല്ലേ. Thank you so much.